गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम बन्धुरात्मात्मनस्तस्य येनात्मैवात्मना जितः अनात्मनस्तु शत्रुत्वे वर्तेतात्मैव शत्रुवत्। തുടർന്ന് ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാപമാനയോഃ। ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാപമാനയോഃ। ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാപമാനയോഃ. ഒരു പദച്ഛേദവും ഇല്ല, അതിൽ ഒരു ഛേദം പോലും ഇല്ല. ജിതാത്മനഃ പ്രശാന്തസ്യ, പ്രശാന്തനായ ജിതാത്മാവിന്. അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ഏന ആത്മാ ആത്മനാ ജിതഃ തസ്യ ആത്മാ ബന്ധുഃ. ഏന ആത്മാ ആത്മനാ ന ജിതഃ തസ്യ ആത്മാ ശത്രുഃ. ആരുടെ അന്തഃക്കരണം അല്ലെങ്കിൽ ശരീരേന്ദ്രിയ മനോബുദ്ധികളൊക്കെ ജയിക്കപ്പെട്ടിട്ടുണ്ടോ അവന് സ്വയം ശത്രുവാണ്, ബന്ധുവാണ്. അങ്ങനെ നിയന്ത്രണത്തിലല്ലാത്ത ഉപാധികളോടൊത്തവൻ സ്വയം ശത്രുവാണ് എന്ന് പറഞ്ഞു. അപ്പൊ ജിതാത്മാ എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരേന്ദ്രിയ മനോബുദ്ധികളെ ജയിച്ചവൻ, സ്വാധീനമാക്കിയവൻ, നിയന്ത്രിച്ചവൻ, തനിക്ക് അധീനമാക്കിയവൻ. അങ്ങനെയുള്ള ജിതാത്മാവിന് ആരാണ് അയാൾ? പ്രശാന്തനാണ്. ജിതാത്മാവ് പ്രശാന്തനാണ്, പ്രകർഷേണ ശാന്തനാണ്, അടങ്ങിയവനാണ്, ഇരുത്തം വന്നവനാണ്. അവൻ്റെ മനസ്സിന്ദ്രിയങ്ങൾ, ബുദ്ധി പലതിൻ്റെ പിന്നാലെ അദമ്യമായി അനിയന്ത്രിതമായി പരക്കം പായുന്നില്ല, തന്നിൽ ഒതുങ്ങിയിരിക്കുകയാണ്, പ്രശാന്തൻ. അങ്ങനെയുള്ള ആൾക്ക് പരമാത്മാ സമാഹിതഃ, പരമാത്മാവ് സമാഹിതനാണ്, തീർത്തും ആത്മഭാവേന നിലകൊള്ളുന്നു. ദൂരെയല്ല, ഭിന്നനല്ല, അന്യനല്ല, ആത്മഭാവേന നിലകൊള്ളുന്നു അവന് പരമാത്മാ. താത്പര്യം അവനെ സംബന്ധിച്ച് ആത്മപരഭേദം തന്നെ ഇല്ലാതായിരിക്കുന്നു. വിശേഷിച്ചും പറയുകയാണ്, ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോഃ. ശീതോഷ്ണ സുഖദുഃഖേഷു, ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം എന്നിവയിൽ ഇത് ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ ദ്വന്ദ്വങ്ങളെയും സൂചിപ്പിക്കാനാണ്. തഥാ അതുപോലെ മാനാപമാനയോഃ, മാനാപമാനങ്ങളിൽ, മാനത്തിലും അപമാനത്തിലും തുല്യമാണ്.
ഇപ്പൊ ശീതം ഉഷ്ണം സുഖം ദുഃഖം മാനം അപമാനം പൂജ പരിഭവം സ്തുതി നിന്ദ ഇങ്ങനെയുള്ള എല്ലാ ദ്വന്ദ്വങ്ങളിലും ഒരു ഭേദവുമില്ലാതെ അയാൾ നിലകൊള്ളുന്നു. അയാൾ പരമാത്മ സ്വരൂപസ്ഥിതനായിരിക്കുന്നു. ഇതാണ് ഒരു വിജ്ഞാനിയുടെ സ്ഥിതി. ഈ സ്ഥിതി ഉച്ചകോടിയിൽപ്പെട്ട സ്ഥിതിയാണ്. ഈ സ്ഥിതി സമാഹിതമായി തീരുന്നു ആർക്ക്? ജിതാത്മാവും പ്രശാന്തനുമായ ആൾക്ക്. അതുകൊണ്ട് സാധകൻ ജിതാത്മാവാകാൻ പരിശ്രമിക്കുക. ബാക്കി സ്വാഭാവികം. അവിടെ ശീതോഷ്ണ സുഖ ദുഃഖേഷു മാനാപമാനയോഹോ എന്നിവയെ ഉപലക്ഷണാർത്ഥത്തിലെടുത്ത് ജീവിതത്തിൽ വരുന്ന എല്ലാ ദ്വന്ദ്വങ്ങളിലും എന്ന് മനസ്സിലാക്കണം. ഒരു ദ്വന്ദ്വം ഇല്ലാത്ത സമയത്ത് ഞാൻ വളരെ സുഖിയാണെന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രയോജനമില്ല. ഞാൻ വളരെ സുഖമായിട്ടിരിക്കണം. എപ്പം വരെ? ദുഃഖം വരുന്നവരെ. വന്നാലോ? വന്നാൽ ദുഃഖാവും. അതല്ല അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അതല്ല. മാനം അപമാനം ശീതം ഉഷ്ണം സുഖം ദുഃഖം സ്തുതി നിന്ദ പൂജ പരിഭവം എന്ന് വേണ്ട ജീവിതത്തിൽ എന്തെല്ലാം ദ്വന്ദ്വങ്ങൾ വരുന്നു അവയിലെല്ലാം സമഭാവത്തിൽ പരമാത്മസ്ഥിതനായിരിക്കുന്നു. നോക്കൂ, ജിതാത്മനഃ കാര്യകരണാദി സംഘാത ആത്മാ ജിതഃ യേന സ ജിതാത്മാ തസ്യ ജിതാത്മനഃ പ്രശാന്തസ്യ പ്രസന്ന അന്തഃകരണസ്യ സതഃ സന്യാസിനഃ പരമാത്മാ സമാഹിതഃ സാക്ഷാത് ആത്മഭാവേന വർത്തതെ ഇത്യർത്ഥഃ. കിഞ്ച ശീതോഷ്ണ സുഖ ദുഃഖേഷു തഥാ മാനേ അപമാനേ ച മാനാപമാനയോഃ പൂജാ പരിഭവയോഃ ജിതാത്മനഃ കാര്യകരണാദി സംഘാതഃ ആത്മാ ജിതഃ യേന സഹ ജിതാത്മാ തസ്യ ജിതാത്മനഃ പ്രശാന്തസ്യ പ്രസന്നാന്തഃകരണസ്യ സതഃ സന്യാസിനഃ പരമാത്മാ സമാഹിതഃ സാക്ഷാത് ആത്മഭാവേന വർത്തത്തെ ഇത്യർത്ഥഃ. കിഞ്ച ശീതോഷ്ണ സുഖ ദുഃഖേഷു തഥാ മാനേ അപമാനേ ച മാനാപമാനയോഃ പൂജാ പരിഭവയോഃ. അപ്പോൾ കാര്യകരണാദി സംഘാതം ആരാൽ ജയിക്കപ്പെട്ടിരിക്കുന്നു അവനാണ് ജിതാത്മ. നേരത്തെ പറഞ്ഞു. അത് കാര്യം ശരീരം, കരണം ബാഹ്യകരണങ്ങളും അന്തഃകരണങ്ങളും. ബാഹ്യകരണങ്ങൾ കാണാൻ, കേൾക്കാൻ, രുചിക്കാൻ, മണക്കാൻ, സ്പർശിക്കാൻ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. പറയാൻ, എടുക്കാൻ കൊടുക്കാൻ, ചരിക്കാൻ, മലമൂത്രാദി വിസർജനം ചെയ്യാൻ, ലൈംഗിക ചേഷ്ടകളെ ചെയ്യാൻ, അങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങൾ. ഇങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ചേർന്നാൽ ബാഹ്യകരണങ്ങളായി. പിന്നെ സങ്കല്പ വികല്പം ചെയ്യുന്ന മനസ്സും നിശ്ചയം ചെയ്യുന്ന ബുദ്ധിയും ഇവയെ മുഴുവൻ ശേഖരിച്ചു വെക്കുന്ന ചിത്തവും അവയ്ക്കെല്ലാം അഹം എന്നുള്ള പ്രത്യയത്തെ കൊടുക്കുന്ന അഹങ്കാരവും. ഈ 4 ചേർന്നത് അന്തഃകരണം. ഇതൊക്കെ ആര് നിയന്ത്രണത്തിൽ വെച്ചിട്ടുണ്ടോ അവനാണ് ജിതാത്മാ. അവന് ജിതാത്മനഃ പ്രശാന്തസ്യ പ്രസന്ന അന്തഃകരണസ്യ പ്രസന്നമായ അന്തഃകരണത്തോടു കൂടിയവൻ. ഒരോളവുമില്ലാത്ത ജലാശയം പോലെ പ്രസന്നമായ.
കാറ്റില്ലാത്തടത്ത ദീപം പോലെ പ്രസന്നമായ, അങ്ങനെയുള്ള പ്രസന്നമായ അന്ധക്കരണത്തോട് കൂടിയവന്. ഇവിടെ ഇത്രയേ ഉള്ളൂ മൂലത്തിൽ. ഭാഷ്യകാരൻ കൂട്ടിച്ചേർക്കുകയാണ് സന്യാസിനഹ. അവിടെ സന്യാസിനഹ എന്നൊരു ശബ്ദം മൂലത്തിലില്ല. ഇത് ഭാഷ്യകാരൻ കൂട്ടിച്ചേർത്തതാ. കാരണം ഈ ഒരവസ്ഥയിൽ ഇരിക്കുന്ന ആള് ബ്രഹ്മചാരി ആയാലും കൊള്ളാം, ഗൃഹസ്ഥനായാലും കൊള്ളാം, വാനപ്രസ്ഥനായാലും കൊള്ളാം, സന്യാസി ആയാലും കൊള്ളാം, അയാൾ സന്യാസിയായിരിക്കും. ഈ ഒരവസ്ഥയിൽ ഇരിക്കുന്ന ആള് പ്രശാന്തനും ജിതാത്മാവുമായ ആള് സന്യാസി ആയിരിക്കും. അയാളുടെ വസ്ത്രം എന്താന്ന് നോക്കിയിട്ടല്ല, അയാളുടെ പേരെന്താന്ന് നോക്കിയിട്ടല്ല. ചിന്തിക്കുക. അയാൾ ലിംഗത്തെ കൊണ്ട് സന്യാസി ആയിരിക്കില്ല. ലിംഗത്തെ കൊണ്ട് സന്യാസി ആയിരിക്കില്ല എന്ന് പറഞ്ഞാൽ സന്യാസിയുടെ നാമമോ കാഷായ വസ്ത്രമോ മറ്റെന്തെങ്കിലും സന്യാസ ചിഹ്നങ്ങളോ അയാൾക്കുണ്ടാവില്ല. പക്ഷെ അയാൾ സന്യാസി ആയിരിക്കും. ഇതൊക്കെ ധരിച്ചത് കൊണ്ട് ഒരാൾ സന്യാസി ആവണം എന്നില്ല എന്ന് പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ആൾക്ക് സന്യാസിനഹ, അതുകൊണ്ടാണ് സന്യാസിനഹ എന്ന് കൂട്ടിച്ചേർത്തത്. പരമാത്മാ സമാഹിത, പരമാത്മാവ് സമാഹിതമാണ്. സാക്ഷാത് ആത്മഭാവേന വർത്തത ഇത്യർത്ഥ. സാക്ഷാത് ആത്മഭാവേന നിലകൊള്ളുന്നു. അഹം, ഞാൻ എന്ന നിലയ്ക്ക് പരമാത്മഭാവം അവിടെ പ്രകാശിക്കുന്നു. എന്നാൽ ഉപാസിക്കപ്പെടുന്നത്, എന്നാൽ അന്വേഷിക്കപ്പെടുന്നതൊക്കെ ആയിരുന്നു പരമാത്മാവ് നേരത്തെ. ഇപ്പൊ മനസ്സിലായി ഞാൻ തന്നെ. എപ്പോഴും ശീതോഷ്ണ സുഖദുഃഖേഷു, ശീതോഷ്ണ സുഖദുഃഖങ്ങളിൽ, തഥാ മാനാപമാനയോഹോ, മാനാപമാനങ്ങളിൽ, ഈയൊരു സ്ഥിതിയിൽ ഇരിക്കുന്ന ദ്വന്ദ്വാതീതന് മാനോ അപമാനോ ഇല്ല, നാണോ മാനോ ഇല്ല, ഒന്നുമില്ല. മാനമുള്ളവനെ മാനക്കേടുള്ളൂ. ഒരു സന്യാസിയുടെ ലക്ഷണം എന്താന്ന് വെച്ചാൽ അത് നാണോ മാനോ ഇല്ല. എന്താ നാണോ ഇല്ല? എന്താ ഉള്ളത്? നാണുണ്ടെങ്കിൽ സന്യാസിയല്ല. എന്ത് എന്ത് മാനം അപമാനം ശീതം ഉഷ്ണം ഇതൊക്കെ തിരിച്ചറിയാൻ അവന് കഴിയും. ഇരിക്കുക. വിജ്ഞാനിയുടെ തലത്തിൽ അവൻ പ്രകടമാക്കണം വെച്ചാൽ പ്രകടമാക്കാം. ഇരിക്കുക. ശിഷ്യോപദേശാർത്ഥമോ ലോകത്തിൽ വ്യവഹാരം ചെയ്യുന്നതിനോ അവൻ പുറത്ത് പ്രകടമാക്കിക്കൂടാന്ന് പറയാൻ വയ്യ. പുറത്ത് ലജ്ജ അഭിനയിച്ചു എന്ന് വരാം, കുറച്ച് ഭയം അഭിനയിച്ചു എന്ന് വരാം, വേദന അഭിനയിച്ചു എന്ന് വരാം, കോപം അഭിനയിച്ചു എന്ന് വരാം. പക്ഷേ അയാൾക്ക് ഉള്ളിലുണ്ടാവില്ല അയാൾ ഈ പറഞ്ഞ പ്രശാന്തനാണെങ്കിൽ. അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ പറയാൻ വയ്യ. അതുകൊണ്ടാണ് ഇതൊന്നും പുറമേന്ന് വിലയിരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞത്. പുറമേന്ന് വിലയിരുത്താൻ പറ്റില്ല. നോക്കൂ, ഇപ്പോൾ ശീതോഷ്ണ സുഖദുഃഖേഷു, സുഖദുഃഖം, വലിയൊരു ദുഃഖസ്ഥിതി പറയാം. വലിയൊരു ദുഃഖസ്ഥിതി. ഒരു ആള് ഗൃഹസ്ഥനാണ്. അയാൾക്ക് ഒരു ഒറ്റ സന്താനമേ ഉള്ളൂ. ആ സന്താനം അങ്ങനെ ഉഷാറായിട്ട് വളർന്നു വരുമ്പം പെട്ടെന്ന് ഇടിയും കാറ്റുപോയി. വേണമെങ്കിൽ പറയാം ഇയാളുടെ മുമ്പിൽ ഛിന്ന ഭിന്നമായ ഉടലോടുകൂടി മരിച്ചു. ഒറ്റ മകനേ ഉള്ളൂ, ഒറ്റ മകളേ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ. ഇയാൾ പൊട്ടിക്കരയുകയാണ്. ശരി, ഇതേ ഭാഗം അഭിനയിക്കുകയാണ് ഒരു നടൻ സിനിമയിൽ. അയാൾ കരാർ ഒപ്പിട്ട് സിനിമ അഭിനയിക്കുന്നു. എന്താ റോള്? അയാളുടെ മകൻ വാഹനം
ത്തിലടിപ്പെട്ട് ഛിന്ന ഭിന്നമായി മരിക്കുന്ന അച്ഛൻ്റെ ഭാഗമാണ്. അയാളും പൊട്ടിക്കരയുന്നു. ആരുടെ കരച്ചിലായിരിക്കും കാണുന്നവൻ ഏറെ ദുഃഖം കൊടുക്കുക? നടൻ്റെ കരച്ചിലായിരിക്കും. മറ്റൊരാൾ ഒരുവിധമൊക്കെ ഒതുക്കി പിടിക്കും. നടന് വല്ല സങ്കടമുണ്ടോ? ഒന്നുമില്ല. അയാൾക്ക് സങ്കടം ഇല്ല എന്ന് മാത്രമല്ല, അഭിനയം നന്നാവുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും. ശക്ത കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാത് വിദ്വാൻ തഥാശക്ത ചികീർഷുർ ലോകസംഗ്രഹം. അജ്ഞാനിയും ആസക്തനുമായ ആള് എങ്ങനെയാണോ കർമ്മം ചെയ്യുന്നത് അതുപോലെ അനാസക്തനും ജ്ഞാനിയുമായ ആള് ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഒരാൾ പറയാണ്, എനിക്ക് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ, നീ മനസ്സിലായിക്കോളൂ, ഞാൻ ദേഷ്യം പിടിച്ച പോലെയൊക്കെ അഭിനയിക്കും എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചാൽ ആരെങ്കിലും വില വെക്കുവോ? ഇല്ല, ഒരിക്കലുമില്ല. അപ്പം അതുകൊണ്ട് ഈ സുഖം ദുഃഖം മാന അപമാനം തുടങ്ങിയവയൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പുറമേന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പുറമേ ഒരു മഹാത്മാവിനെ മനസ്സിലാക്കാൻ ഒരു വഴിയുമില്ല. ഒരു സ്വാമിജിയെ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം വലിയ വിദ്വാനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആന്തരിക ഭാവമൊന്നും നമുക്കറിയില്ല. പക്ഷേ പ്രശാന്തമായി എല്ലാ ഉപദേശങ്ങളും തരുന്ന ആളായിരുന്നു. അതേസമയത്ത് വേറൊരു ഭാഗത്ത് തിളച്ചുകൊണ്ട് ദേഷ്യം പിടിക്കുന്ന ആളായിരുന്നു, ഒക്കെയായിരുന്നു. അപ്പം അദ്ദേഹം ആശ്രമം വളരെ നല്ല രീതിയിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ ആശ്രമത്തിലൊരു വണ്ടിയുണ്ട്. ആ വണ്ടി എടുത്തിട്ട് അടുത്തുള്ള ടൗണിൽ പല വീടുകളിലേക്ക് പോകും. പല വീടുകളിലേക്ക് പോയി അവിടുന്നൊക്കെ പൈസ പിരിക്കും. അതാണ് പരിപാടി. അതിനാണ് പോണത്. അങ്ങനെ പൈസ പിരിച്ച് അപ്പം തന്നെ റെസീറ്റൊക്കെ കൊടുത്ത് അങ്ങനെയാണ്. ആ 2 ദിവസം കൊണ്ട് ഒരു മാസത്തേക്കുള്ള പൈസയൊക്കെ ഉണ്ടാക്കും. പിന്നെ പിറ്റത്തെ ആഴ്ചയിൽ, പിറ്റത്തെ മാസമല്ല, പിറ്റത്തെ ആഴ്ച വീണ്ടും പോകും. അല്ലാണ്ട് പിറ്റത്തെ മാസമല്ല, പിറ്റത്തെ ആഴ്ച. അങ്ങനെ ഇപ്പോൾ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നല്ലൊരു പൂച്ചെടി ചട്ടി, നല്ല ചെടിയൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ മെല്ലെ, അല്ല കമലാക്ഷി അമ്മേ, നന്നായിട്ടുണ്ട് പൂവും ചെടിയൊക്കെ, നല്ല ഭംഗിയുണ്ട്. അല്ല അതിരിക്കട്ടെ, ഇവിടെ എത്ര പേര് ഇത് കാണാനുണ്ട്? ഇവിടെ സ്വാമിക്ക് അറിയാലോ, സ്വാമി എന്താ അറിയാത്ത ആളെ പോലെ ചോദിക്കണത്? ഇവിടെ ഞാനും അദ്ദേഹവും മാത്രമല്ലേ ഉള്ളൂ. ഇത് ആശ്രമത്ത് കൊണ്ടുവച്ചാൽ എത്ര ആൾക്കാർ കാണും? അവിടെ വെച്ചാൽ ഒരു 10-500 പേരെങ്കിലും കാണും. ഉടനെ ഡ്രൈവറെ വിളിക്കും, അത് എടുത്ത് വെച്ചോളൂ കേട്ടോ, വണ്ടിയിൽ വെച്ചോളൂ. അതെ, തമാശയല്ല, ഇത് കഥ പറയല്ലത്. ഇത് കഥയാന്ന് വിചാരിക്കല്ലോ. ഈ കമലാക്ഷമ്മ പറയും, സ്വാമിനെ കൊണ്ടൊരു നിവൃത്തിയില്ല, ഇനി അടുത്ത ആഴ്ച സ്വാമി വരുമ്പോൾ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണം എന്നൊക്കെ പറയും. പക്ഷേ കമലാക്ഷമ്മ പുറത്ത് തന്നെ വെക്കും. അവർക്ക് ഇഷ്ടമാണ് സ്വാമിക്ക് കൊടുക്കണത്. കമലാക്ഷമ്മ എന്ന് ഞാൻ പേര് വെറുതെ പറഞ്ഞ കേട്ടോ, കമലാക്ഷമ്മ അല്ല, പല അമ്മമാരും, 1, 2, 10 അല്ല. ഇത് സ്വാമീൻ്റെ മുഴുവൻ നിത്യ പരിപാടിയായത്. ഓരോ പ്രാവശ്യം തിരിച്ചു വരുമ്പോൾ സ്വാമിയുടെ ബാഗ് നിറച്ച് പൈസ ഉണ്ടാവും, വണ്ടി നിറച്ച് പൂച്ചെടികൾ, ചട്ടികൾ, അരി, ചാക്ക് കണക്കിന് ഒക്കെ ഉണ്ടാവും. അതിന് പറ്റിയൊരു പഴയ ഒരു മെറ്റഡോർ വണ്ടിയാണ്, ഇതും കൊണ്ടാ പോവുക. ഇപ്പോഴും എറണാകുളത്തെ പഴമക്കാരോട് ചോദിച്ചാൽ ഇത് മനസ്സിലാവും. ഇപ്പോഴും ഇത് കഥയല്ല. സ്വാമിജി സമാധിയാവുമ്പോൾ സ്വാമിയുടെ പാർക്ക് ഒരു നായ പൈസയില്ല. ഇതൊക്കെ ആർക്ക് വേണ്ടിയാ? എല്ലാം സമാജത്തിന് വേണ്ടി. പാവപ്പെട്ട കുട്ടികളെ പിടിച്ചു കൊണ്ടുവന്ന് അവരെ പഠിപ്പിച്ച്, അവർക്ക് വസ്ത്രം ധരിക്കാൻ എങ്ങനെയെന്ന് പഠിപ്പിച്ച്, പല്ല് തേക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ച്, കുളിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ച്, അതൊന്നുമില്ലാത്ത ഊരുകളിൽ നിന്ന് വന്ന മക്കൾ അവരെ നല്ല ഒന്നാന്തരം പൗരന്മാരാക്കി സമൂഹത്തിലേക്ക് തിരിച്ചു വിട്ടു. പക്ഷേ സ്വാമിയുടെ കൂടെ താമസിക്കാത്ര എളുപ്പമൊന്നുമല്ല, അത് വേറെ കാര്യം.
അത് വേറെ കാര്യം. ആ അപ്പം ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ? ചിന്തിക്കുക. എന്ത് ആസക്തനെ പോലെയാ പെരുമാറുന്നത്. ഓരോരുത്തരും സ്വാമി വരുമ്പോഴത്തേക്ക് തന്നെ വന്നു എന്ന് പറയും. എന്തൊക്കെയാരും ചോദിക്കാനാവോ എന്ന് പറയും. പക്ഷെ എല്ലാവർക്കും സ്വാമീനെ ഇഷ്ടമാണ്, അത് വേറെ കാര്യം. ഇതാണ് നമുക്ക് പുറമേ നിന്നൊന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഇനി വേറൊരാൾ വലിയ നിഷ്കാമനെ പോലെ യാതൊരു ദ്വന്ദ്വവും ഇല്ല എന്നുള്ള മട്ടിലിരിക്കുകയാണ്, അതുകൊണ്ട് അയാൾ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ടോ നമുക്കറിയോ? അറിയില്ല. ചിന്തിക്കുക. അതുകൊണ്ട് ആ ചോദ്യത്തിന് അത്രേ പറയാൻ പറ്റൂ. ശരി. അപ്പൊ ജീവിതത്തിൽ മാറി വരുന്ന ഏത് ദ്വന്ദ്വത്തിലും ഭേദമില്ലാതെ നിഷ്ഠയിൽ കഴിയുന്നു എന്നർത്ഥം. ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂട്ടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ. ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂട്ടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ. ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂട്ടസ്ഥഃ വിജിതേന്ദ്രിയഃ സമലോഷ്ടാശ്മകാഞ്ചനഃ യോഗി യുക്ത ഇതി ഉച്യതേ. ഇയാൾ യുക്തനാണ് എന്ന് പറയപ്പെടുന്നു. ചേർന്നവൻ, സമാഹിതൻ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു പരമാത്മാ സമാഹിത എന്ന് പറഞ്ഞു. അത് തന്നെയാണ് യുക്തൻ. അപ്പൊ സമാഹിതനാണ്, യുക്തനാണ് എന്ന് പറയപ്പെടുന്നു. ആര്? ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ. ജ്ഞാന വിജ്ഞാനങ്ങളാൽ തൃപ്തമായ അന്തഃകരണത്തോടൊത്തവൻ. മതി, സന്തോഷായി. അത് തൃപ്തി. നിത്യതൃപ്തിർ നിരങ്കുശ എന്ന് പറയും. അങ്കുശമില്ലാത്ത തൃപ്തി. അതാണ് സാധാരണ നമുക്കൊക്കെ പലപ്പോഴും തൃപ്തി ഉണ്ടാവാറുണ്ട്, ഇല്ലേ? ഇല്ല, തൃപ്തി ഉണ്ടാവും. അതിനൊരു കൊളുത്തുണ്ടാവും. അങ്കുശം, സാങ്കുശം. സാങ്കുശാ തൃപ്തി എന്നാണ്. എന്താ കൊളുത്ത്? ഇപ്പൊ ഇവിടെ എന്താ സുഖം, ഇവിടെ അങ്ങനെ വേദാന്തം കേട്ടിരിക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. അതുകൊണ്ടല്ലേ പത്രക്കൊക്കെ കഷ്ടപ്പെട്ട് വന്നത്. ശരി, കേട്ടോണ്ടിരുന്നോളൂ, കുറച്ചു നേരം കഴിഞ്ഞു. അല്ല, സ്വാമിക്ക് മടുപ്പൊന്നുമില്ലേ? സ്വാമിക്ക് നിർത്തിക്കൂടെ? അല്ലേ, കുറച്ചു നേരം കഴിഞ്ഞു, പോയി വിശ്രമിക്കണ്ടേ? അല്ലേ? വേദാന്തൊക്കെ വേണം, അത് നമുക്ക് കുറച്ചു നേരം ആവാമെന്നേ. അല്ലെങ്കിൽ പായസം കുടിച്ചു, ഒരു തൃപ്തി വന്നു, നല്ല തൃപ്തി, സന്തോഷമായി. എന്നാൽ കുറച്ചുകൂടി കുടിച്ചോളൂ, അത് സന്തോഷം, നല്ലതാണ്. ഒരാൾ പറയുകയാണ്, ഇയാൾ അടുത്തിരുന്നാൽ എനിക്ക് നല്ല ഗുണമാണ്, കാരണം അയാളുടെ പായസം കൂടി എനിക്ക് കിട്ടും. ഒരാൾ പറഞ്ഞതാ. ശരി, ഇയാൾക്കൊരു 10 ഗ്ലാസ് കൊടുത്താലോ? അയ്യോ, എന്താ സ്വാമി ചതിക്കല്ലേ, ഞാൻ പോട്ടെ. കുടിക്കാനാ പറഞ്ഞത്. കുടിച്ചില്ലാച്ചാൽ ഒരു 2-3 അയാൾ ഒപ്പിക്കും. പിന്നെയും വേണമെങ്കിൽ വടിയൊക്കെ ആയിട്ട് അടുത്തിരുന്നാൽ ഒരു 4 കുടിക്കും. പിന്നെ ഛർദിക്കും. ചിന്തിക്കുക. എനിക്ക് എൻ്റെ കാമുകിയോട് കൂടി ചേരുന്നതാണ് ഏറ്റവും ഇഷ്ടം. കാമുകി പത്നിയാവാം, കാമുകി വേറെ ആരെങ്കിലും ആവാം, ആരോ ആട്ടെ, അത് ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ കാമുകനുമായിട്ട് ചേരുന്നതാണ് ഏറ്റവും ഇഷ്ടം. ശരി, ചേർന്നു കഴിഞ്ഞാലോ? നിമ്മയ പോയിക്കോളോ. അല്ലാന്നെ, നമുക്ക് ചേർന്നിരിക്കാമെന്നേ. ഞാൻ ഉറങ്ങാൻ പോവാ, വേറെ പണിയില്ല. അമ്മ തടവി തരുമ്പോൾ ഏത് മകനോ മകൾക്കോ സന്തോഷം, ഇല്ലേ? ഒരു വേദന, അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മ അടുത്തിരുന്നെങ്ങനെ തടവിയാൽ, അമ്മയുടെ തടവലാണ് ഏറ്റവും കേമോട്. അവിടെ വേറെ ആർക്കും അത്ര ഇല്ല, ആ സ്പർശം വേറെ ആർക്കും കിട്ടില്ല. കുറച്ചു നേരം കഴിഞ്ഞു, ഉറക്കം വന്നു, അമ്മ തടവിക്കൊണ്ടിരിക്കുക. അമ്മയ്ക്ക് പോണ്ടേ, പോയി കിടക്കണ്ടേ? മാമ പൊയ്ക്കോളൂ, വേറെ പണിയൊന്നുമില്ലേ, ഇല്ലേ?
ഏത് തൃപ്തിയായാലും അതിനൊക്കെ ഒരു കൊളുത്തുണ്ട്. അത് പറയണേലും കേൾക്കണേലും തൃപ്തി ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മളെ നോട്ടം ആ ക്ലോക്കിലേക്ക് പോകും. എന്തിനാ? ടൈമുണ്ടോ? ടൈം പാലിക്കണം. 1 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ പാടില്ല. അത് ചിട്ടയാണ്. തുടങ്ങാൻ കുറച്ച് വൈകിയല്ല സ്വാമി, തുടങ്ങാൻ വൈകിയാൽ നിർത്താൻ വൈകാൻ പാടുണ്ടോ? അതില്ല, അത് പാടില്ല. നിർത്തൽ കറക്റ്റ് ടൈമിനായിരിക്കണം. തുടങ്ങാൻ ഏതായാലും വൈകി, നിർത്താൻ വൈകണ്ടല്ലോ. നിർത്താൻ വൈകി അടുത്ത ആൾക്ക് വൈകില്ലേ? അപ്പം അത് പാടില്ല. അതാണ്. അപ്പം അതുകൊണ്ട് ജ്ഞാനത്താൽ വിജ്ഞാനത്താൽ തൃപ്തമായ ആത്മ, ആ തൃപ്തിക്ക് അങ്കുശമില്ല, അതാണ് തോട്ടിയില്ല. ആ തൃപ്തി നിത്യമായ നിരന്തരമായ തൃപ്തിയാണ്. അതേ തൃപ്തിയാവൂ, അല്ലാത്തതൊരു പേരിന് തൃപ്തിയാണ്. ഈ തൃപ്തി എങ്ങനെ? ജ്ഞാനവിജ്ഞാനങ്ങളെ കൊണ്ട്. ജ്ഞാനം ഗുരുശാസ്ത്രങ്ങളിൽ നിന്നുള്ള ശാസ്ത്രാവബോധം. അത് തന്നെ സംശയ വിപര്യങ്ങൾ നീങ്ങി സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ വിജ്ഞാനം. അതാണ് ജ്ഞാനവും വിജ്ഞാനമുള്ള വ്യത്യാസം. അപ്പൊ ജ്ഞാനവിജ്ഞാനങ്ങളെ കൊണ്ട്, അറിവിനെ കൊണ്ടും സാക്ഷാത്കാരത്തെ കൊണ്ടും തൃപ്തമായ അന്ധക്കരണം ആർക്കുണ്ടോ അയാളാണ് ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ. കൂടസ്ഥ, കൂടസ്ഥനാണ്, കൂടസ്ഥ സ്വരൂപമായിട്ടിരിക്കുന്ന ആളാണ്. ഞാൻ കൂടസ്ഥൻ തന്നെ എന്ന ബോധത്തോടൊത്തവനാണ്, ഒരു ചലനവും ഇല്ലാത്തവൻ. ഈ കൂടവത് തിഷ്ഠതീതി കൂടസ്ഥ, കൂടം പോലിരിക്കുന്നതാണ് കൂടസ്ഥമായത്. കൂടം പോലിരിക്കുന്ന, വേറെ അർത്ഥങ്ങളുണ്ട്. കൂടം, മായ, അസത്യം, വഞ്ചന. അത് കൂടോത്രമല്ല അത്. അപ്പോ അങ്ങനെ കള്ളത്തരത്തിൽ, മായയിൽ, വഞ്ചനയിൽ ഇരിക്കുന്ന ആളെന്നും കൂടസ്ഥ അർത്ഥമുണ്ട്. അവിടെ ഏതാ? ഈശ്വരൻ, പരമാത്മാ, കൂടസ്ഥം. മായയിൽ നിലകൊള്ളുന്നവൻ, മായോപാധികനായവൻ. ഇവിടെ അതല്ല, അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. അത് എടുക്കാം സന്ദർഭമനുസരിച്ച്, ഇവിടെ വേണ്ട. ഇവിടെ കൂടവത് തിഷ്ഠതി എന്ന് എടുത്താൽ മതി. കൂടം പോലെ ഇരിക്കുന്നവൻ. കൂടം, കൊല്ലൻ്റെ അലയിൽ വലിയ ഇരുമ്പിൻ്റെ കൂടം ഉണ്ടാവും. അപ്പോൾ മറ്റ് ലോഹങ്ങളെ ചുട്ട് പഴുപ്പിച്ച് ഈ കൂടത്തിന് മുകളിൽ വെച്ചിട്ടാണ് അടിച്ച് പരത്തി കത്തി, വാള്, അല്ലേ, പലവിധ ആയുധ വിശേഷങ്ങളാക്കുന്നത്. എന്ത് ഹാൻഡിൽ, അതതിന് പറയാ. പോരെ, പിന്നെ എന്ത് വേണം? അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ അതിന്റെ മുകളിൽ വെച്ച് എന്താ അടിച്ചു പരത്തിയാലും അതിന് യാതൊരു മാറ്റവും ഇല്ല. ഇക്കൊല്ലം കഴിഞ്ഞ കൊല്ലത്തെ പോലും ഒന്നും ഇറക്കിയിട്ടില്ല. വരാൻ പോണ്ടെന്ന് തോന്നുന്നു, നോക്കാം. ശരി. ശരി. അപ്പോ ഇതുപോലെ എന്ത് തന്നെ ഭാവവികാരങ്ങൾ ബാഹ്യമായി സംഭവിച്ചാലും, എന്ത് ജനിച്ചാലും മരിച്ചാലും, എന്ത് വളർന്നാലും തളർന്നാലും യാതൊരു പരിവർത്തനവുമില്ലാതെ നിലകൊള്ളുന്ന അടിസ്ഥാനമായ സതത്വത്തിന് പറയുന്ന പേരാണ് കൂടം പോലെ നിലകൊള്ളുന്നത് എന്ന അർത്ഥത്തിൽ കൂടസ്ഥ. ഈ കൂടസ്ഥ സ്വരൂപമായി നിൽക്കുന്നവൻ, ഭേദമില്ലാത്തവൻ, എന്ത് വന്നാലും കുലുക്കമില്ല. അപ്രകമ്പ്യ എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. എന്ത് വന്നാലും ഇളകാത്തവൻ, ഇളക്കല്ല, ഉറച്ചു. നല്ല ഉറച്ചവൻ. യേശുദേവൻ
പീറ്ററിനോട് പറയുന്നുണ്ട്, പീറ്റർ ദ ആർട്ട് റോക്ക്. ഇംഗ്ലീഷിലല്ല പറഞ്ഞത്, ഇംഗ്ലീഷിൻ്റെ അനുവാദം. പത്രോസേ നീ പാറയാകുന്നു എന്നാണ് മലയാളം. പത്രോസേ നീ പാറയാകുന്നു. ഇംഗ്ലീഷിലത് പീറ്റർ ദ ആർട്ട് റോക്ക്. അതാണ് ഓർറച്ചാൽ. എന്ത് വന്നാലും കൊടുക്കാനില്ല. മാനം വന്നാലും അപമാനം വന്നാലും ശീതം വന്നാലും ഉഷ്ണം വന്നാലും ഒരു പ്രശ്നമല്ല. 4 ആൾ സ്തുതിച്ചു, അത് തന്നെ. 4 ആൾ നിന്ദിച്ചു, അത് തന്നെ. കഴിഞ്ഞ ദിവസം ഒരു രസകരമായൊരു സംഭവമുണ്ട്. അത് നമ്മളെ ഈ പ്രഭാഷണങ്ങൾ, പല പ്രഭാഷണങ്ങൾ എവിടെ നിന്നൊക്കെയാണ് എന്തൊക്കെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല. അത് കട്ട് ചെയ്യുന്നതിൽ മെയിൻ ആള് ഉണ്ണികൃഷ്ണൻജി ഉണ്ട്, ബാംഗ്ലൂർ. ദിവസം പണിയെടുക്കും ആശ്രമത്തിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ. ദിവസം ഇടണതിന് എത്ര പണിയുണ്ട്, ഇടണമെങ്കിൽ എത്ര പണിയുണ്ട്. ഇടണം നമുക്ക് 5 മിനിറ്റേ കാണുള്ളൂ. പക്ഷെ അദ്ദേഹം പണിയെടുക്കുന്നുണ്ട് 1 മണിക്കൂർ ആശ്രമത്തിന് വേണ്ടി പണിയാണ് ദിവസം. ഇത്ര സമർപ്പിത ഭാവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. അതെ, ശരി. ഇവരെ ഓരോന്ന് ഇവിടുന്നൊക്കെ തപ്പി പിടിച്ചിടുന്നതെന്ന് അറിയില്ല, എനിക്കിതൊന്നും അറിയില്ല. ഇപ്പം ചിലർ സ്വാമിയുടെ ഇന്നലത്തെ ഞാൻ കണ്ടു, എനിക്കറിയാം ഇന്നലത്തെ. ഓരോരുത്തരും പറയും സ്വാമി ഇന്നലത്തെ ശരി, അവർ വിചാരിക്കണം ഞാനാട്ടുന്നതെന്നാ. ആ വിചാരം അവിടെ കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എനിക്ക് ഇതിലൊക്കെ വലിയ കഴിവുണ്ട് എന്ന് നാട്ടുകാർ വിചാരിച്ചോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. സത്യത്തിൽ കഴിവില്ല എന്ന് നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ നാളൊരുന്നിലിട്ടു സന്യാസിമാര് മാനവും അപമാനവും ഞങ്ങൾക്കില്ല, ഇത് നാണോ ഇല്ല നാണക്കേടും ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് യാതൊരു നാണവും ഇല്ല നാണക്കേടും ഇല്ല. മാനമുള്ളവരല്ലേ മാനക്കേട് ഉണ്ടാവുള്ളൂ. സന്യാസിക്ക് ഇതിലുണ്ട്. ഇതിൻ്റെ സൂക്ഷ്മാർത്ഥം അറിയോ സാമാന്യ സമൂഹത്തിന്? അതിൻ്റെ അടിയിൽ വന്നിട്ട് ഹിന്ദുക്കൾ എന്ന് പറയുന്നവരാ പറയും ഇയാൾ മാപ്പ് പറയണം. സന്യാസി സമൂഹത്തോട് ഇയാൾ മാപ്പ് പറയണം. ആര്? ചിദാനന്ദപുര സ്വാമി. എന്തിന്? സന്യാസിമാരെ മുഴുവൻ അവമാനിച്ചു ഇയാളെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താ ചെയ്യുക? ഇപ്പം എന്തെങ്കിലും ഒരു ശാസ്ത്രം പഠിക്കുമോ? എന്നിട്ട് ഞാൻ ഹിന്ദു എന്നും പറഞ്ഞ് നടക്കുക. അഭിമാനം, ഹിന്ദുത്വ അഭിമാനം, സ്വാഭിമാന ഹിന്ദു. ചിന്തിക്കുക. പരമാർത്ഥാണ്. അത് പറയുന്ന പ്രകൃതി എന്താന്ന് ചോദിച്ചാൽ ന മന്ത്രാണാം ജാമിത അസ്തി, മന്ത്രങ്ങൾക്ക് ലജ്ജയില്ല, അതുകൊണ്ട് പറഞ്ഞത് തന്നെ പറയും എന്ന് ഭാഷ്യകാരൻ പറയുന്ന ഭാഗമാണ്. അത് ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മളൊരു പ്രസംഗത്തിൽ പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞ പറഞ്ഞുകൊണ്ടിരിക്കും. ഹിന്ദു സമാജം എപ്പോഴാണോ പരിപൂർണമായ ബോധത്തിലേക്കും അഭിമാനത്തിലേക്കും ഉയരുന്നത് അതുവരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞങ്ങൾക്ക് നാണോ മാനോ ഇല്ല എന്നാണ്. ഇതാണ് കട്ട് ചെയ്തിട്ടുള്ള. അതെ, അതുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ കണ്ടു, അതൊരു ഗുണമായി. അപ്പൊ കൂടസ്ഥ, അത് ഒരാൾ സ്തുതിച്ചാലും നിന്ദിച്ചാലും പ്രശ്നമല്ല. സ്തുതിച്ചാൽ ഞാൻ കേമനാവുമോ? ഇല്ല. സ്വാമി നല്ല ആളാട്ടുവോ എന്ന് പറഞ്ഞാൽ ഞാൻ നന്നാവുമോ? തറ വൃത്തികേട്ടവും വേറെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചീത്തയാവുമോ? രണ്ടും ഇല്ല. പിന്നെ ഞാൻ എന്തിനാ വ്യാകുലപ്പെടണേ? ചിന്തിക്കുക. കൂടസ്ഥ, അപ്പൊ ഇളകാത്തവൻ. വിജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ. വിജിത ഇന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ. പൂർണ്ണമായും തൻ്റെ നിയന്ത്രണത്തിലുള്ള ഇന്ദ്രിയങ്ങളോട് കൂടിയവൻ. ഇന്ദ്രിയങ്ങളുടെ കൂട്ടത്തിൽ മനസ്സിനെയും ചേർക്കണം. സമലോഷ്ടാശ്മ കാഞ്ചന, ലോഷ്ടം അശ്മം കാഞ്ചനം എന്നിവയെ സമമായി കാണുന്നവൻ. ഇത് വളരെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതാണ്. ലോഷ്ടം എന്ന് പറഞ്ഞാൽ മണ്ണുകട്ട, അശ്വൻ കല്ല്, കാഞ്ചനം സ്വർണം. അപ്പം മൺകട്ടയെയും കല്ലിനെയും സ്വർണത്തെയും സമമായി കാണുന്നവൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മൺകട്ടയിലും കല്ലിലും സ്വർണത്തിലും സമത്തെ കാണുന്നവൻ. അങ്ങനെയാവാലോ.
ഏറ്റവും നല്ല അർത്ഥമായി. അല്ലെങ്കിൽ വ്യവഹാരാഭാവം കൊണ്ട് എല്ലാം കണക്ക് തന്നെ, ഇത്രയേ ഉദാസീനം. രണ്ട് രീതിയിലാവാം. ഒന്നുകിൽ സ്വർണത്തെ സ്വർണമായും കല്ലിനെ കല്ലായും മണ്ണിനെ മണ്ണായും നിലനിർത്തുന്ന ചൈതന്യം ഏകമാണ് എന്ന ബോധത്തിൽ എല്ലാത്തിലും ഒന്നിനെ കാണുന്നവൻ. അല്ലെങ്കിൽ വ്യവഹാരാഭാവം കൊണ്ട്, വ്യവഹാരമുള്ളവനല്ലേ ഇതിനിപ്പം മൂല്യമുള്ളൂ. അല്ല, വ്യവഹാരത്തിന് ഉതകുന്നത് കൊണ്ടാണ് ഒന്ന് ധനമാകുന്നത്. സ്വർണത്തിന് മൂല്യം കൂടുന്നത് അതിന് വ്യവഹാരയോഗ്യമായത് കൊണ്ടാണ്. അല്ലാച്ചാ സ്വർണത്തിന് എന്ത് വിശേഷം? ഒരു 5 നൂറ്റാണ്ട് മുമ്പ്, 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വർണമായിരുന്നോ അലുമിനിയം ആയിരുന്നോ വില കൂടിയ വസ്തു? അലുമിനിയം ആയിരുന്നു. ആ കാലത്ത് ഫ്രാൻസിൽ പ്രഭുക്കന്മാർക്കൊക്കെയും സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണം കൊടുത്തിട്ട് ചക്രവർത്തി അലുമിനിയ പാത്രത്തിലായിരുന്നു ഭക്ഷണം കഴിക്കുക. കാരണം അത്രയും വില കൂടിയ വസ്തുവാണ് അലുമിനിയം. ബാക്സൈറ്റിൽ നിന്ന് അലുമിനിയം വേർതിരിക്കുന്ന ടെക്നിക്ക് അന്ന് കണ്ടെത്തിയിരുന്നില്ല. വളരെ സങ്കീർണമായ പ്രോസസ്സിലൂടെയാണ് അലുമിനിയം ഉണ്ടാക്കിയിരുന്നത്. അത് മനസ്സിലാക്കുക. അപ്പോൾ അത് ആപേക്ഷികമാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച്, നാളെ കണക്ക് മാറാം, ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 41,000 ടണ്ണോ മറ്റേ സ്വർണ്ണം ഇപ്പോൾ കണ്ടെത്തിയത് ഇനി ബാക്കിയുള്ളൂ ഭൂമിയിൽ കുഴിച്ചെടുക്കാൻ. ഏകദേശം അതിൽ കൊഴിയില്ല. അപ്പോൾ 41,000 ടണ്ണ് ആകെ ഭൂമിയിൽ ഇനി ഉണ്ടാവുമായിരിക്കാം, പിന്നെയും കണ്ടെത്താൻ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ഇപ്പം കണ്ടെത്തിയ ഖനികളിൽ മൊത്തം ബാക്കിയുള്ളതാണ്. അതുകൂടി കഴിഞ്ഞാലോ പിന്നെ പുതിയ സ്വർണ്ണം ഇല്ല, പിന്നെ ഉള്ളത് കറങ്ങലേ ഉള്ളൂ. അങ്ങനെ ആയി മുന്നോട്ട് പോയി ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നൊന്നും ഇല്ലാണ്ടാക്കി എന്ന് വെച്ചോളൂ. രാജ്യങ്ങൾ പരസ്പരം തീരുമാനിച്ച് പൈസ അടിക്കാൻ സ്വർണം നിക്ഷേപിക്കേണ്ട ആവശ്യമില്ല എന്നൊരു തീരുമാനമെടുത്താൽ പിന്നെ സ്വർണത്തിൻ്റെ വില എന്താവും? താഴോട്ട് പോകാൻ. എന്ത് താഴോട്ട് പോകാൻ? എന്ത് ഒന്നും ഉണ്ടാവില്ല. നമ്മളൊരു അലുമിനിയം പോലെ ആഭരണത്തിനൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും. വളരെ കുറച്ച്, അത്രയും ഉണ്ടാവും. ഇപ്പം നമുക്ക് 1 ലക്ഷം ഉറുപ്പ്യുള്ളത് 100 ഉറുപ്പ്യക്കൊക്കെ കിട്ടുമായിരിക്കും. സ്വർണ്ണപാത്രത്തിൽ ചോർണം. അല്ലാണ്ട് തമാശയല്ല പറയണത്, ആലോചിച്ച് നോക്കുക. ഇപ്പം ഭൂരിഭാഗം രാജ്യങ്ങളിലും കറൻസിയുടെ വാല്യൂ ഭൂരിഭാഗം രാജ്യങ്ങളിലും ഡോളറിൻ്റെ അപേക്ഷയിലാണ്. ഭാരതം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ തകർക്കാനാണ്. ഇപ്പോൾ ഭാരതവും റഷ്യയും തമ്മിലുള്ള ഇടപാടിൽ ഡോളർ ഇപ്പോൾ ഇല്ല. അവിടെ റൂബിൾസും റുപ്പീസും അംഗീകരിച്ചു, രണ്ടും അംഗീകരിച്ചു. റുപ്പീസിന് അവരും റൂബിൾസിന് നമ്മളും. അതിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡോളറിന് എന്താവില്ല? ചിന്തിക്കുക. അപേക്ഷികമാണിതൊക്കെ. അപ്പൊ പ്രയോജനാഭാവം കൊണ്ട് സ്വർണവും കല്ലും മണ്ണും ഒരുപോലെ. അല്ലാണ്ട് സ്വർണം നോക്കി മണ്ണ് പോലെ തോന്നുക, മണ്ണ് നോക്കി സ്വർണം പോലെ തോന്നുക എന്ന് പറഞ്ഞാൽ കണ്ണിന് രോഗം ഉണ്ടെന്നാണ് അർത്ഥം. അതാണ്, കണ്ണിന് രോഗമുണ്ടെന്നാണ് അർത്ഥം. മനസ്സിലാക്കുക. സമലോഷ്ടാശ്മ കാഞ്ചന. ഇങ്ങനെയുള്ള ആള്, ഇങ്ങനെയുള്ള യോഗി യുക്തഃ ഇതി ഉച്യതേ, യുക്തനെന്ന് പറയപ്പെടുന്നു. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ ജ്ഞാനം ശാസ്ത്രോക്ത പദാർത്ഥാനാം പരിജ്ഞാനം വിജ്ഞാനം തു ശാസ്ത്രതഃ ജ്ഞാതാനാം തഥാ ഏവ സ്വാനുഭവകരണം താഭ്യാം ജ്ഞാനവിജ്ഞാനാഭ്യാം തൃപ്തഃ സഞ്ജാത അലം പ്രത്യയഃ ആത്മാ
അന്തഃകരണം യസ്യ സ ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥഃ അപ്രകമ്പ്യഃ ഭവതി ഇത്യർത്ഥഃ. വിജിതേന്ദ്രിയശ്ച യഃ ഈദൃശഃ യുക്തഃ സമാഹിതഃ ഇതി സ ഉച്യത്തെ കഥ്യത്തെ. സ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ ലോഷ്ടാശ്മകാഞ്ചനാനി സമാനി യസ്യ സ സമലോഷ്ടാശ്മകാഞ്ചനഃ. ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ ജ്ഞാനം ശാസ്ത്രോക്തപദാർത്ഥാനാം പരിജ്ഞാനം വിജ്ഞാനം തു ശാസ്ത്രതഃ ജ്ഞാതാനാം തഥാ ഏവ സ്വാനുഭവകരണം താഭ്യാം ജ്ഞാനവിജ്ഞാനാഭ്യാം തൃപ്തഃ സംജാത അലം പ്രത്യയഃ ആത്മാ അന്തഃകരണം യസ്യ സഹ ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥഃ അപ്രകമ്പ്യഃ ഭവതി ഇത്യർത്ഥഃ. വിജിതേന്ദ്രിയഃ ച യഃ ഈദൃശഃ യുക്തഃ സമാഹിതഃ ഇതി സഃ ഉച്യത്തെ കഥ്യത്തെ. സ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ ലോഷ്ടാശ്മകാഞ്ചനാനി സമാനി യസ്യ സഹ സമലോഷ്ടാശ്മകാഞ്ചനഃ. അപ്പൊ ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ എന്ന് പറഞ്ഞാൽ ജ്ഞാനം വിജ്ഞാനം എന്നിവയാൽ തൃപ്തനായവൻ. ജ്ഞാനം ശാസ്ത്രോക്ത പദാർത്ഥാനാം പരിജ്ഞാനം, ശാസ്ത്രത്തിൽ പറഞ്ഞ പദാർത്ഥങ്ങളെ നല്ലപോലെ അറിയുക എന്നുള്ളതാണ് ജ്ഞാനം. അത് ശാസ്ത്രത്തിലൂടെ ഗുരുവിലൂടെ അറിയുന്നത്. വിജ്ഞാനം തു വിജ്ഞാനമാകട്ടെ ശാസ്ത്രതഃ ജ്ഞാതാനാം സ്വാനുഭവകരണം, ശാസ്ത്രത്തിലൂടെ അറിഞ്ഞതിനെ സ്വാനുഭവത്തിൽ, അതായത് സംശയ വിപര്യങ്ങൾ നീങ്ങി അറിയുന്നതാണ് വിജ്ഞാനം. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. ഗുരുവാക്യം, ശാസ്ത്രവാക്യം, സ്വപ്രത്യയം എന്നിവ ഒന്നായി തീരുന്നതാണെന്ന് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഈ ജ്ഞാനവിജ്ഞാനങ്ങളെ കൊണ്ട് തൃപ്തമായ അന്ധകരണത്തോടു കൂടിയവൻ. എന്താ തൃപ്തൻ എന്ന് പറഞ്ഞാൽ? സഞ്ജാത അലം പ്രത്യയ, മതി, ധാരാളായി, അലം 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 മതി, ധാരാളം. അതില്ലാത്ത ആളാണ് അനലഹ. അനലഹ അങ്ങനെ ഇല്ലാത്തവൻ, അഗ്നി എത്ര കൊടുത്താലും മതിയാവില്ല, പിന്നെയും പിന്നെയും വേണം 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 എന്ന് പറയും. അത് അഗ്നി, അനലഹ. അലം ഇതി ഭാവോ യസി അന അനലഹ. ഇത് അലം മതി, ഓ ധാരാളായി, തൃപ്തിയായി. ആ തൃപ്തിയെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല. സഞ്ജാത അലം പ്രത്യഹാം ആത്മ അന്ധകരണം യസ്യ. അങ്ങനെയുള്ള യാതൊരാളുണ്ടോ? ഇയാളാണ് തൃപ്തൻ, ഇയാളാണ് ധനികൻ, അല്ലേ? തൃപ്തനാണ് ധനികൻ. എന്താ അഭിപ്രായം? തൃപ്തി വരാത്ത ആള് ദരിദ്രനാണ്. ഒരാൾ കോടീശ്വരനാണെന്ന് വിചാരിച്ചോളൂ. പണ്ടൊക്കെ ആണെച്ചാൽ മില്യണയർ എന്നൊക്കെ പറയും. ഇപ്പോൾ മില്യണയറും ബില്യണയറൊക്കെ കഴിഞ്ഞ് ട്രില്യണയർ എന്നൊക്കെ പറയണം, ആണെന്ന് വിചാരിച്ചോളൂ. അയാൾക്ക് തൃപ്തിയില്ല, അയാൾ വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ ദരിദ്രനാണോ? അല്ലയോ? ദരിദ്രനാണ്. ഒരാൾക്ക് ഭൗതികമായ ഒരു വസ്തുവില്ല, ഒന്നുമില്ല, സന്തോഷം, എന്നാലോ അയാൾ ധനികനാ, അയാൾ ധനികനാ. അത് മനസ്സിലാക്കുക. അല്ലാണ്ട് ചില്ലുവാൻ്റെ അളവിൻ്റെ അടിസ്ഥാനത്തിലല്ല ധനിക ദരിദ്ര ഭേദം. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം സഞ്ജാത അലം പ്രത്യയ മതി, ധാരാളായി, സുഖം. എല്ലാ ഭൗതിക വസ്തു ഉണ്ടായിട്ടും മതിയാവാതെ പിന്നെയും പിന്നെയും വേണം. ചക്രവർത്തി അങ്ങനെ ഒരാൾ. വേറെ ആൾക്കൊരു കൗബീനം മാത്രമേ ഉള്ളൂ വെച്ചോളൂ. അയാള് അതെ, കൗബീനവന്ത ഖലു ഭാഗ്യവന്ത. കൗബീനം മാത്രമേ ഉള്ളൂ. അയാൾ തൃപ്തനാണെന്ന് വിചാരിച്ചോളൂ.
അപ്പോൾ അയാൾ വേണ്ട ഈ കൗപീനം കൊടുക്കാൻ തയ്യാറാവും ഒരാൾക്ക്. ഒരു കഷ്ണം നീ കൊടുത്തോളൂ. അലംപ്രത്യ അയാൾ തൃപ്തനാണ്. ആരാ ധനികൻ? അനേക കിലോഗ്രാം സ്വർണവും ഇട്ട് പട്ടുവസ്ത്രവും ധരിച്ച് വന്നിട്ടുള്ള ചക്രവർത്തിയാണോ ധനികൻ? അല്ല, ഉള്ള കൗപീനം മുറിച്ച് വേറൊരാൾക്ക് കൊടുക്കുന്ന ഈ നിസ്വനാണോ ധനികൻ? ചിന്തിച്ചു നോക്കുക. അത് ചിന്തിച്ചു നോക്കുക. ആരാ? അതാണ് സഞ്ജാത അലം പ്രത്യേക. ധാരാളമായി മതി. അങ്ങനെയുള്ള തൃപ്തൻ സഞ്ജാത അലം പ്രത്യേക, അങ്ങനെയുള്ള അന്ധകരണത്തോടൊത്തവൻ. ആരാണവൻ? കൂടസ്ഥ അപ്രകമ്പ്യ. അവനെ കുലുക്കാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും അവന് കുലുക്കല്ല. എന്ത് സ്തുതിച്ചാലും കുലുങ്ങില്ല, എന്ത് നിന്ദിച്ചാലും കുലുങ്ങില്ല. എന്ത് പൂജാവാക്യങ്ങൾ പറഞ്ഞാലും അയാൾക്കൊരു മാറ്റവും ഇല്ല. എന്ത് തെറി വിളിച്ചാലും അയാൾക്കൊരു മാറ്റവും ഇല്ല. എങ്ങനെയാ ഇയാളെ നടക്കുക? അപ്രകമ്പ്യ കൂടസ്ഥ വിജിതേന്ദ്രിയ. അയാൾ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനുമാണ്. യഹ ഈദൃശ യുക്ത, ഇങ്ങനെയുള്ളവൻ സമാഹിതനാണെന്ന് പറയപ്പെടുന്നു. ആരാവൻ? സമലോഷ്ടാശ്മകാഞ്ചന. ലോഷ്ടാശ്മകാഞ്ചനാനി സമാനി. മൺകട്ടയും കല്ലും സ്വർണവും സമമായിരിക്കുന്നവൻ, വ്യവഹാരാഭാവം കൊണ്ട് എന്നർത്ഥം. ഇങ്ങനെ ഭേദരഹിതനായി വിജ്ഞാനി കഴിയുന്നു. ശ്രദ്ധിക്കുക. കിഞ്ച, എന്താണ് അയാളുടെ ലക്ഷണം? അത് തുടർന്ന് പറയുന്നു. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.